തറവാടിന്റെ ആദ്യത്തെ ശാപം ഹേമയാണെങ്കിൽ രണ്ടാമത്തതാ ഇപ്പൊ പോയത്. അവളിവിടെ വന്നു കയറാൻ ഞാൻ അനുവദിക്കില്ല. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അത് നടക്കാതിരിക്കാനല്ലേ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശ്രമങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, എല്ലാം പാഴായി പോവല്ലേ. ആത്മവിശ്വാസം കൈവിടരുത് മക്കളെ. നമ്മുടെ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാകുമ്പോ ഏതറ്റം വരെയും പോകണം. ഗോവിന്ദമാമ പറഞ്ഞത് ശരിയാ ചാരു ചേച്ചി. ആ രാക്ഷസി എന്നെ ഇവിടെ കേറ്റരുത്. അതിന് ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ. ആ പെണ്ണ് ആകാശിന്റെ കൂടെ പഠിച്ചതാണല്ലോ. ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണല്ലോ എന്നൊക്കെ അറിഞ്ഞപ്പോ മനസ്സിൽ വല്ലാത്ത കുറ്റബോധം തോന്നിയിരുന്നു. ചാരുമോൾക്ക് വേണ്ടി ആകാശിന്റെ ഇഷ്ടങ്ങളും ജീവിതവും ഞാനായിട്ട് ഇല്ലാതാക്കിയല്ലോ എന്ന് തോന്നലായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ആ പെണ്ണിനെ പോയി കണ്ടത്. പക്ഷെ ഇപ്പൊ തോന്നുന്നു ആകാശിന് ചേരേണ്ടത് തന്നെ ചേർന്നതെന്ന്. ചാരുമോൾക്ക് പകരം അവളെങ്ങാനും ആയിരുന്നെങ്കിൽ നിന്റെ ജീവിതം ദുരിതത്തിലായിരുന്നു. ഇപ്പൊ അവള് കാണിക്കുന്ന ദേഷ്യവും വൈരാഗ്യമൊന്നും ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ അവളുടെ വാശിക്കും അഹങ്കാരത്തിനും ഒരു കുറവും ഉണ്ടാവില്ല. ആദ്യം അവളെ ഇവിടുന്ന് പറിച്ചോണ്ട് പോകുന്നത് ആകാശിനായിരിക്കും. ജീവിതത്തിൽ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് നല്ലതേ ഉണ്ടാവും. ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവണമെങ്കിൽ അവളെ വീട്ടിൽ വന്നു കയറാൻ പാടില്ല. ഈ നാട്ടിൽ തന്നെ അവള് പോണം. ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആരോടെങ്കിലും പറഞ്ഞ് അവളെ ദൂരെ എവിടേക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യിക്കാന്ന്. പക്ഷെ അന്ന് നിങ്ങൾ ആരും സമ്മതിച്ചില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഭയന്നിട്ടാണ് നമുക്ക് തോന്നും. മാത്രമല്ല അവളുടെ വാശിയും വൈരാഗ്യവും നമ്മളോട് കാണിക്കാൻ വേണ്ടി എവിടെ ഇരുന്നായാലും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അടുത്ത വഴി എന്താന്ന് ആലോചിക്കണം. മക്കളെ വിഷമിക്കണ്ട. നമ്മളെ ആരെയും ദൈവങ്ങൾ കൈവിടില്ല. മക്കളിയല്ലേ. ഇനി ഇത് ആലോചിച്ചെന്ന ഉള്ള സമാധാനം ഇല്ലാതാവും. മക്കളിയല്ലേ. എന്റെ വയറും നിറഞ്ഞു, എന്റെ മനസ്സ് നിറഞ്ഞു. അമ്മയ്ക്കറിയാലോ ഞാൻ ഇത്രയും ഭക്ഷണം കഴിക്കില്ലെന്ന്. ഇത് ഇത്രയും കഴിച്ചു തീർത്തതേ എന്റെ ശ്രേയമേടെ എനിക്ക് വേണ്ടി കൊണ്ടുവന്നുണ്ടാ. എടാ നീ ഒരു കാര്യം ശ്രദ്ധിച്ചു. എന്ത് കാര്യം? ശ്രേയക്ക് നിന്നോടുള്ള സ്നേഹമേ. അത് ഞാൻ ശ്രദ്ധിച്ചു. ഞാനും. അവള് നമ്മളോട് പറഞ്ഞു ഒരു ഭർത്താവിന്റെ സ്നേഹമോ സ്വാതന്ത്ര്യമോ നീ അവളോട് കാണിക്കാൻ പാടില്ലാന്ന്. അത് മാത്രമല്ല, നിന്നെ കല്യാണം കഴിച്ചിട്ട് അവൾ ഇവിടെ വരുന്നത് ആകാശിനോടും തുണിക്കച്ചവടക്കാരിയോടും പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ഒരു കാര്യത്തിന് മാറ്റം വന്നു. മാറ്റോ? എന്ത് മാറ്റം? എടാ, ഒരു ഭർത്താവിന്റെ അധികാരം നീ അവളോട് കാണിച്ചില്ലെങ്കിൽ ഒരു ഭാര്യയുടെ അവകാശവും അധികാരം അവളിപ്പൊ കാണിച്ചേ. അതെ അതെ. ആ അവളുടെ കഴുത്തിൽ നീ താലി കെട്ടിക്കഴിഞ്ഞാ അവള് പതുക്കെ മാറുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അമ്മ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നേ. ഇപ്പൊ ആ ഡൗട്ട് അങ്ങ് തീർന്നേ. ഇപ്പൊ അത് തീർന്നു. അതാ. ഇനി നീ റെസ്റ്റ് ചെയ്തോ. മക്കളെ ഇതൊക്കെ എടുത്തു വെച്ചേ. ഈ പാത്രമൊക്കെ കഴുകിയിട്ടേ പൊന്നിന് തിരിച്ചു കൊടുക്കാനുള്ളതാ. എന്നാലല്ലേ ഇവന് ഇനിയും പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ കൊണ്ട് കൊടുക്കുള്ളൂ. ശരി അമ്മേ. മമ്മി. മോൾ എത്തിയോ? എന്തായി പോയിട്ട്? എന്താവാൻ, ഞാൻ എന്ത് മനസ്സിലുദ്ദേശിച്ചോ അത് നടത്തി. ഹേമയും അരവിന്ദും എന്തു പറഞ്ഞു? മരുമകളുടെ സ്നേഹം കണ്ട് ഞെട്ടിയിരിക്കുക ഹേമ. പിന്നെ ഭാര്യയാവാൻ പോകുന്നവളുടെ കെയറിംഗ് കണ്ട് അരവിന്ദും. അല്ല മോളെ, എന്തിനാ മിസ് കോൾ അടിക്കുമ്പം തിരിച്ചു വിളിക്കണോന്ന് പറഞ്ഞേ? മമ്മി താങ്ക്സ്. കറക്റ്റ് ടൈമിൽ തന്നെ തിരിച്ചു വിളിച്ചു. ഫുഡും കൊണ്ട് അവന്റെ അടുത്ത് ചെന്നപ്പോ അമ്മായിയമ്മ പറയോ,
മോളുടെ കൈ കൊണ്ട് തന്നെ അവന് കൊടുക്കാൻ. അത് കേട്ടതും എനിക്ക് വന്ന ദേഷ്യവും ഇറിറ്റേഷനും. ഓ. പക്ഷേ ഇത് ഞാൻ മനസ്സിൽ കണ്ടിരുന്നു. മമ്മിയുടെ കോള് വന്നപ്പോ ഹെഡ് ഓഫീസിൽ നിന്നുള്ള കോളാണെന്നും പറഞ്ഞ് ഞാൻ തെളിപ്പി. അരവിന്ദ് ഇപ്പോ എന്നെ സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ അരവിന്ദിന് അടുത്ത വിസിറ്റർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വിസിറ്ററോ? അതാരാ? ഞാൻ ദത്തെടുത്ത എന്റെ അച്ഛൻ, കള്ളുകുടിയൻ ശാന്തപ്പൻ. അതുകൂടിയാകുമ്പോ കോറം തികയും. ഗോവിന്ദ, ഹോസ്പിറ്റലിൽ അരവിന്ദന്റെ ആ കിടപ്പ് ഇപ്പോഴും മനസ്സിന്ന് പോകുന്നില്ല. കരയോഗത്തിൽ വെച്ചുണ്ടായ പ്രശ്നങ്ങളും പിന്നെ ആ പെണ്ണിന്റെ ബന്ധുക്കളെ വീട് കാണാനെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതൊക്കെ എന്നെ വല്ലാതെ കാട് കയറി അങ്ങ് ചിന്തിപ്പിച്ചു. അമ്മയും മോനെ നിലക്കി നിർത്താൻ വേണ്ടിയാ ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചത്. സ്വന്തം മകൻ ജീവിച്ചിരിക്കെ തന്നെ ഇരിക്കപ്പെണ്ണും വെച്ചു. അതെല്ലാം കഴിഞ്ഞില്ലേ ബാല? ഇല്ല ഗോവിന്ദ, ഞാൻ ആ കാണിച്ച തെറ്റിനുള്ള ശിക്ഷയാ അരവിന്ദൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സറിഞ്ഞ് ശപിച്ച ചിലപ്പോഴൊക്കെ ഏൽക്കും. അതിനവന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. കൈക്കും കാലിനും ഉളുക്കുണ്ട്. പിന്നെ കാൽമുട്ടിലെ കയ്യിലും ഒരു ചെറിയ മുറിവ്. അത് സാരമില്ല. എല്ലാവർക്കും എന്നോട് ദേഷ്യമായി കാണും, ആകാശനും ചാരുമോൾക്ക് ഉൾപ്പെടെ. ആ നിമിഷത്തിൽ അവർക്ക് എതിർപ്പ് തോന്നിയിട്ടുണ്ടാവും. എന്നാലും അവർക്ക് നിന്നെ അറിയാലോ ബാല. പിന്നെ ഹേമയുടെ കാര്യം അത് പണ്ടേ ഉള്ളതല്ലേ. അരവിന്ദന്റെ അടുത്തൊന്നും ഇരിക്കാൻ പോലും ഹേമ അനുവദിക്കുന്നില്ല. നിന്റെ സ്നേഹം അരവിന്ദ് തിരിച്ചറിഞ്ഞ അവൻ നിന്റെ വഴിക്ക് വരുമെന്ന് ഹേമയ്ക്ക് നന്നായിട്ടറിയാം. നിന്നെ അവനെ അകറ്റി നിർത്തിയാലേ ഹേമ ഉദ്ദേശിച്ചത് നടക്കൂ. എന്താടാ ശാന്തപ്പ, ഹോസ്പിറ്റലിൽ വെച്ച് നിന്റെ ഒരു പെർഫോമൻസ് കഴിഞ്ഞാണല്ലോ, ഇനിയും ഉണ്ടോ? ഇവിടെ ഒന്ന് പെർഫോമൻസ് നടത്താ ഇതെന്താ ആംബി തിയേറ്ററോ? നാണമില്ലാത്തവനും നടുറോഡും തിയേറ്ററും സ്റ്റേജൊക്കെ ആണല്ലോ. മാഷെ, ഞാൻ തന്നെ ചൊറിയാമെന്നൊന്നുമല്ല. കോട്ടയുടെ എനിക്ക് അറിയാഞ്ഞിട്ടുമല്ല. രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാലേ എന്റെ സ്വഭാവം അതാ. പക്ഷേ ഇപ്പൊ ഞാൻ പറ്റേക്കാം.